ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിലോട്ട് എൻ്റർ ചെയ്യാണ് ഫിസിക്സിലെ. നിങ്ങളുടെ +2 ഫസ്റ്റ് ചാപ്റ്റർ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ്. നമുക്ക് നോക്കാം. ഇലക്ട്രിക് ചാർജസ് എന്താണ്? ഈ ഇലക്ട്രിക് ചാർജസ് എന്ന് പറയുന്നത്, ചാർജുകൾ നമ്മൾക്ക് എത്ര ചാർജുകളുണ്ട്? ചാർജുകൾ രണ്ട് തരത്തിലുണ്ട് അല്ലേ? എന്തൊക്കെയാണ്? പോസിറ്റീവ് ചാർജും ഉണ്ട്, എന്തുകൊണ്ട്? നെഗറ്റീവ് ചാർജും ഉണ്ട്. ചാർജുകൾ നമുക്ക് എന്തായിട്ട് പറയാം? എങ്ങനെ നമുക്കതിനെ ഡിഫൈൻ ചെയ്യാം? ചാർജുകളെ ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇതൊരു ഇൻട്രിൻസിക് പ്രോപ്പർട്ടിയാണ്. ചാർജ് എന്ന് പറയുന്ന ഒരു ഇൻട്രിൻസിക് പ്രോപ്പർട്ടിയാണ് ഓഫ് സബ് അറ്റോമിക് പാർട്ടിക്കിൾസ്. ഓക്കെ, അപ്പോൾ ചാർജ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ചാർജ് എന്ന് പറയുന്നിടത്ത് പ്രോപ്പർട്ടിയാണ്. ആരുടെ പ്രോപ്പർട്ടിയാണ്? ഇൻട്രിൻസിക് പ്രോപ്പർട്ടിയാണ്. ആരുടെ പ്രോപ്പർട്ടിയാണ്? സബ് അറ്റോമിക് പാർട്ടിക്കിൾസ്. എന്താണ് ഈ സബ് അറ്റോമിക് പാർട്ടിക്കിളുകൾ എന്ന് പറയുന്നത്? എന്താ? നമുക്കിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇലക്ട്രോൺസ് അല്ലേ? പിന്നെ ഏതാ ഉള്ള? പ്രോട്ടോൺസ്. ഇതെല്ലാം എന്ത് പാർട്ടിക്കിൾസാണ്? സബ് അറ്റോമിക് പാർട്ടിക്കിൾസാണ്. അപ്പോൾ ഈ സബ് അറ്റോമിക് പാർട്ടിക്കിളുകളുടെ ഒരു പ്രോപ്പർട്ടി, ആ പ്രോപ്പർട്ടിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ചാർജ്. ഓക്കെ, ഇനി നിങ്ങളോട് ആരും അങ്ങനെ ചോദിക്കത്തൊന്നുമില്ല എന്താണ് ചാർജ് എന്നൊന്നും, അതിൻ്റെ ഒരു ഡെഫിനിഷൻ ഒന്നും ചോദിക്കാറില്ല. എന്നാലും ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് വേണ്ട കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെയാണ്. ചാർജിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്തുപയോഗിച്ചാണ്? ചാർജിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന ആൽഫബറ്റ് Q ആണ്. സ്മോൾ ലെറ്റർ Q ഉപയോഗിക്കാം, ക്യാപിറ്റൽ ലെറ്റർ Q ഉപയോഗിക്കാം, രണ്ടും ഉപയോഗിക്കാം. സ്മോൾ ലെറ്റർ ഉപയോഗിക്കാം, ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിക്കാം. അപ്പോൾ ഈ ചാർജിൻ്റെ SI യൂണിറ്റ് ഇത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ചാർജിൻ്റെ SI യൂണിറ്റ്? SI യൂണിറ്റ് ഓഫ് ചാർജ് എന്ന് പറയുന്നത് കുളമ്പാണ്. ഓക്കെ, SI യൂണിറ്റ് ഓഫ് ചാർജ് എന്ന് പറയുന്നത് എന്താണ്? കുളമ്പാണ്. റെപ്രസെൻറ്റഡ് ബൈ എന്താണ്? C, ക്യാപിറ്റൽ ലെറ്റർ C. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ചാർജ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. എത്ര തരത്തിലുള്ള ചാർജ് ഉണ്ട്? പോസിറ്റീവ് ചാർജ്, നെഗറ്റീവ് ചാർജ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ചാർജ് എന്ന് പറയുന്നിടത്ത് എന്താണ്? അത് സബ് അറ്റോമിക് പാർട്ടിക്കിളുകളുടെ എന്താണ്? ഒരു ഇൻട്രിൻസിക് പ്രോപ്പർട്ടിയാണ്. സബ് അറ്റോമിക് പാർട്ടിക്കിളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ വരും? ഇലക്ട്രോൺ, പ്രോട്ടോൺ, ഇതൊക്കെ എന്ത് പാർട്ടിക്കിൾസ് ആണ്? സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ആണ്. ചാർജിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആൽഫബറ്റ് എന്താണ്? ക്യാപിറ്റൽ ലെറ്റർ Q അല്ലെങ്കിൽ സ്മോൾ ലെറ്റർ Q. പിന്നെ ചാർജിൻ്റെ SI യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കുളമ്പാണ്. ശരി, നമ്മളിനി അടുത്ത പഠിക്കാൻ പോകുന്നത് പ്രോപ്പർട്ടീസാണ്. പ്രോപ്പർട്ടീസ് ഓഫ് ചാർജസ്. ചാർജുകളുടെ പ്രോപ്പർട്ടീസ്. എന്തൊക്കെ പ്രോപ്പർട്ടി പറയാം? നിങ്ങൾക്ക് അറിയാവുന്ന ഒന്ന് രണ്ട് പ്രോപ്പർട്ടീസ് പറയാമോ? ലൈക്ക് ചാർജസ് റിപ്പൽ. ലൈക്ക് ആയിട്ടുള്ള ചാർജുകൾ എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. പക്ഷേ അൺലൈക്ക് ആയിട്ടുള്ള ചാർജുകളാണെങ്കിലോ അട്രാക്റ്റീവ്. അപ്പോൾ അതൊരു പ്രോപ്പർട്ടി ആണല്ലോ. എന്താണ്? ലൈക്ക് ആയിട്ടുള്ള ചാർജുകൾ എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. അൺലൈക്ക് ആയിട്ടുള്ള ചാർജുകൾ എന്ത് ചെയ്യും? അട്രാക്റ്റീവ്. ലൈക്ക് ചാർജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ വരാം? ഇപ്പോൾ ഞാൻ എടുക്കുവാണെങ്കിൽ പോസിറ്റീവും എന്ത് ചാർജുകളാണ്? ലൈക്ക് ചാർജസ്. നെഗറ്റീവ് എന്ത് ചാർജസാണ്? ലൈക്ക് ചാർജസ്. അൺലൈക്ക് ചാർജസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ വരും? പോസിറ്റീവും നെഗറ്റീവും. അപ്പം ലൈക്ക് ആയിട്ടുള്ള ചാർജുകൾ റിപ്പൽ ചെയ്യും, അൺലൈക്ക് ആയിട്ടുള്ള ചാർജുകൾ എന്ത് ചെയ്യും? അട്രാക്റ്റീവ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ചാർജിൻ്റെ ഒരു പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചല്ലോ. രണ്ടാമത്തെ പ്രോപ്പർട്ടിയിൽ നമുക്ക് പോകാം. രണ്ടാമത്തെ പ്രോപ്പർട്ടി നോക്കിക്കോ. ഇത് ഒരു ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടിയാണ്. ഇതിൻ്റെ പേരാണ് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്. ചാർജുകളുടെ ക്വാണ്ടൈസേഷൻ പ്രോപ്പർട്ടി. നിങ്ങൾ നോക്കുവാണെങ്കിൽ നിങ്ങളുടെ എല്ലാ വർഷവും, ഇപ്പം നിങ്ങൾ ലാസ്റ്റ് ഇയർ എടുക്കുവാണെങ്കിൽ ഏത് വർഷം എടുക്കുവാണെങ്കിലും നിങ്ങളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനായിട്ട് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നതാണിത്, ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്. എന്താ നമുക്ക് നോക്കാം. ഇത് നിങ്ങൾ നോക്കിയേ, ഇതൊരു ബോഡിയാണെന്ന് വിചാരിക്കാം. ഇതൊരു ബോഡി. ഈ ബോഡിയിൽ എന്തുണ്ട്? ചാർജ് ഉണ്ട്. അപ്പോൾ ഞാനൊരു എക്സാമ്പിളായിട്ട് ഇവിടെ എഴുതുവാണേ. ഈ ബോഡിയിലുള്ള ചാർജ് ഒരു 50 നമ്മൾ ചാർജിൻ്റെ യൂണിറ്റ് നമ്മൾ നേരത്തെ എന്താ പഠിച്ചത്? കുളമ്പ്. അപ്പോൾ 50 കുളം ചാർജാണ് ഈ ഒരു ബോഡിയിലുള്ളത് അല്ലേ? ഇനി നമുക്ക് വേണമെങ്കിൽ നമുക്കിങ്ങനെ പറയാം, ഒരു ബോഡിയിലെ ചാർജ് എന്ന് പറയുന്നത് എപ്പോഴും ഫണ്ടമെൻ്റൽ ചാർജായ ഇയുടെ ഒരു ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ആയിരിക്കും. ഒരു ബോഡിയിലുള്ള ചാർജ് എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ചാർജ് ആയ ഇയുടെ ഒരു ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ആയിരിക്കും. ഞാനൊരു എക്സാമ്പിൾ തരാം. നിങ്ങൾക്ക് ഈ ഫണ്ടമെൻ്റൽ ചാർജായ ഇയുടെ വാല്യൂ അറിയാമല്ലോ. എത്രയാ ഇലക്ട്രോണിൻ്റെ ചാർജ്? ഇലക്ട്രോണിൻ്റെ ചാർജ് എന്ന് പറയുന്നത് 1.6 × 10⁻⁻19 ആണ്. ഇത് ഇലക്ട്രോണിൻ്റെ ചാർജാണ്. ചാർജിൻ്റെ യൂണിറ്റ് എന്താണ്? കുളം അല്ലേ? അപ്പോൾ നോക്ക്, ഇതൊരു ബോഡിയാണ്. ആ ബോഡിയിൽ എത്ര കുളം ചാർജ് ഉണ്ട്? ഇപ്പോൾ ഇതൊരു 50 കുളം ചാർജ്. ഞാനൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞത്
ഒരു ബോഡിയിലെ ചാർജ് എന്ന് പറയുന്നത് എപ്പോഴും ഫണ്ടമെൻ്റൽ ചാർജായ ഇയുടെ എന്ത് മൾട്ടിപ്പിൾ ആയിരിക്കും? ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ആയിരിക്കും. എന്താണ് ഈ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയോ? ഇപ്പം ഞാനൊരു എക്സാമ്പിളായിട്ട് എഴുതാം. Q = 1e ഉണ്ടോ? ഇതാണ് ഫണ്ടമെൻ്റൽ ചാർജ്, ഇതാണ് ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ. 1 ഒരു ഇൻറ്റിജർ അല്ലേ? ഓക്കെ, വേറൊരു എക്സാമ്പിൾ പറയാം. 2e പറയാം, ഇൻ്റഗ്രൽ മൾട്ടിപ്പിളാണ്. 3e -5e നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ടാണ് -5 എന്ന് എഴുതിയത്. പക്ഷെ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റത്തില്ല, ഉണ്ടോ? ഇത് റോങ് ആണ്. കാര്യം എന്താ? ഇതൊരു ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ അല്ല. ഇതൊരു ഇൻറ്റിജർ ആണോ? 1.5 എന്ന് പറയുന്നൊരു ഇൻറ്റിജർ ആണോ? അല്ല. അപ്പം എപ്പോഴും ഒരു ബോഡിയിലെ ചാർജ് എന്ന് പറയാൻ നേരത്ത് ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ചാർജിൻ്റെ എന്ത് മൾട്ടിപ്പിൾ ആയിരിക്കും? ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ആയിരിക്കും. നമുക്ക് ഇത് ഇങ്ങനെ എഴുതാൻ പറ്റത്തില്ല. എങ്ങനെയാണ്? 100.5e. ഇത് റോങ് ആണ്. എപ്പോഴും ഈ ഇപ്പുറത്തുള്ള വാല്യൂ എപ്പോഴും എന്തായിരിക്കണം? ഇൻറ്റിജർ ആയിരിക്കണം. അപ്പോൾ ഒരു ജനറലി നമുക്ക് എങ്ങനെ പറയാം? ഒരു ബോഡിയുടെ ചാർജ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഇറ്റ് ഷുഡ് ബി ആൻ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ഫണ്ടമെൻ്റൽ ചാർജ്. അപ്പം നമ്മൾ അതിൻ്റെ ഫ്രണ്ടിൽ പ്ലസ് ഓർ മൈനസ് ഇടും. നിങ്ങൾ കണ്ടല്ലോ ഇവിടെയൊക്കെ, ഇതൊക്കെ പ്ലസ് ചാർജുകളല്ലേ, ഇതൊക്കെ മൈനസ് ചാർജുകളല്ലേ. അപ്പം ഒരു ബോഡിയിലെ ചാർജ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കണം? ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ചാർജായ ഇയുടെ എന്ത് മൾട്ടിപ്പിൾ ആയിരിക്കണം? ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ആയിരിക്കണം. ഇയുടെ വാല്യൂ എത്രയാണ്? 1.6 × 10⁻⁻19 കുളം. ക്ലിയർ ആണല്ലോ ഐഡിയ? അപ്പോൾ നിങ്ങളുടെ എക്സാമിന് ചോദിച്ചൊരു ചോദ്യമാണ്, ഒരു ബോഡിയിലെ ചാർജ് ഏതാകാം, ഒരു ബോഡിയിലെ ചാർജ് ഏതാകാൻ പാടില്ല എന്നുള്ളതായിരുന്നു ചോദ്യം കേട്ടോ. ഒരു ബോഡിയിലെ ചാർജ് ഏതാകാൻ പാടില്ല? 15e, 3.7e, അവർ കുറച്ച് ഓപ്ഷൻസ് തന്നായിരുന്നു. 10e, 5e. ഓക്കെ, ഇതിലേത് ഓപ്ഷനാണ് ഒരു ബോഡിയിലെ ചാർജ് ആകാൻ പാടില്ലാത്തത്? ഇതിലേത് ഓപ്ഷനാണ്? ഈ ഓപ്ഷൻ ഒരിക്കലും വരത്തില്ല. കാര്യം എന്താ? ഒരു ബോഡിയിലെ ചാർജ് എന്ന് പറയുന്നിടത്ത് എപ്പോഴും എന്തായിരിക്കും? ഫണ്ടമെൻ്റൽ ചാർജിൻ്റെ എന്ത് മൾട്ടിപ്പിൾ ആയിരിക്കും? ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ആയിരിക്കും. സോ ഓപ്ഷൻ ബി ഒരിക്കലും എന്തല്ല? പോസിബിൾ അല്ല. അപ്പോൾ അതാണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. ഓക്കെ, നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം. നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. ഇതിനെ ബേസ് ചെയ്തിട്ടുണ്ട്. നോക്കാം, ഇതൊരു ബോഡിയാണെന്ന് വിചാരിക്കാം. ഉണ്ടോ? ഇതൊരു ബോഡിയാണ്. ഈ ബോഡിയിലെ ചാർജ് എന്ന് പറയുന്നത് 4.8 × 10⁻⁻17 കുളമ്പാണ്. ഇതൊരു ബോഡിയാണ്. ആ ബോഡിയിലെ ചാർജ് എന്ന് പറയുന്നത് 4.8 × 10⁻⁻17 കുളമ്പാണ്. എൻ്റെ ചോദ്യം ഇതാണ്, ഈ ബോഡിയിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? ഒരു ബോഡിയിലെ ചാർജ് എന്ന് പറയുന്നത് 4.8 × 10⁻⁻17 കുളമ്പാണ്. അങ്ങനെയാണെങ്കിൽ ഈ ബോഡിയിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിച്ചെടുക്കാം? ബോഡിയിലെ എത്ര ഇലക്ട്രോൺസ് എത്ര ഉണ്ടെന്ന് നമുക്ക് എങ്ങനെ കണ്ടുപിടിച്ചെടുക്കാം? എന്താ ഫോർമുല? Q = എന്താ? പ്ലസ് ഓർ മൈനസ് NE. ഇപ്പോൾ ഇലക്ട്രോൺസ് അല്ലേ? -NE. ഓക്കെ, ഇലക്ട്രോൺസ് ആയതുകൊണ്ട് നമ്മളിവിടെ മൈനസ് ഇട്ടത്. ചാർജ് എത്രയെന്ന് അവർ പറഞ്ഞേക്കുന്നത്? 4.8 × 10⁻⁻17 -N × E. ഇയുടെ വാല്യൂ എത്രയാണ്? 1.6 × 10⁻⁻19. ഒന്നില്ലേ? ക്യാൻസൽ ചെയ്യാമല്ലോ. 1.6 4.8 എത്ര ടൈംസാണ്? 3 ടൈംസ്. ഇനി ബാക്കിയുള്ള എന്താ? 3 × 10⁻⁻17 ഡിവൈഡഡ് ബൈ 10⁻⁻19. സിംപ്ലിഫൈ ചെയ്യാം. 10⁻⁻19 താഴെയാണ്, അതിൻ്റെ മുകളിലോട്ട് കൊണ്ടുവരുമ്പോൾ 10⁻+19 വരും. 10⁻+19 × 10⁻17 എത്രയാണ്? 3 × 10⁻⁻17 ഇൻറ്റു ഇത് മുകളിലോട്ട് വരുമ്പോൾ 10⁻+19 ആവും. 10⁻+19 × 10⁻⁻17 എത്രയാണ്? 10⁻². അപ്പം ഇവിടെ എത്ര കിട്ടും ആൻസർ? -300. പക്ഷെ നമ്മളിതൊരു എണ്ണമല്ലേ പറയുന്നത് ഇലക്ട്രോണുകളുടെ. അപ്പോൾ നമ്മൾ എണ്ണം പറയുമ്പോൾ ഇവിടെ മൈനസ് ഇടണമെന്നില്ല. അപ്പം ഈ ബോഡിയിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 300 ഇലക്ട്രോൺസ് ഈ ബോഡിയിലുണ്ട്. അപ്പം ഈ ഒരു പ്രോപ്പർട്ടിയെ നമ്മൾ പൊതുവെ വിളിക്കുന്ന പേരാണ് എന്താണ് നമ്മൾ നേരത്തെ പഠിച്ച പ്രോപ്പർട്ടി ഇല്ലേ? Q = പ്ലസ് ഓർ മൈനസ് NE. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്. ഓക്കെ, അപ്പോൾ നമ്മൾ 2 പ്രോപ്പർട്ടീസ് ഇപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഏതൊക്കെയാണ്? ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്തായിരുന്നു? ലൈക്ക് ചാർജസ് റിപ്പൽ വൈൽ അൺലൈക്ക് ചാർജസ് അട്രാക്ട്. നമ്മൾ ആദ്യത്തെ പ്രോപ്പർട്ടി ആയിട്ട് പഠിച്ചു. രണ്ടാമത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി ഞാൻ പറഞ്ഞായിരുന്നു. അതിൻ്റെ പേരാണ് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്. Q = പ്ലസ് ഓർ മൈനസ് NE. നമ്മൾ മൂന്നാമത്തെ പ്രോപ്പർട്ടിയിലോട്ട് വരുവാണ്. അതിൻ്റെ പേരാണ് അഡിറ്റിവിറ്റി ഓഫ് ചാർജസ്. അഡിറ്റിവിറ്റി ഓഫ് ചാർജസ് എന്ന് പറയുന്നത് എന്താണ്? നോക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിലൊരു ചാർജ് ഉണ്ട്. ഇപ്പോൾ Q1 5 കുളമ്പാണ്. ഓക്കെ, ഇനി വേറൊരു ചാർജും ഉണ്ട് 2 കുളമ്പ്. അപ്പോൾ ടോട്ടലായിട്ട് എത്ര ചാർജ് ഇപ്പോൾ ഇവിടെ ഉണ്ടെന്ന് ചോദിച്ചാൽ നമുക്കിത് ആഡ് ചെയ്ത് പറയാൻ പറ്റും. എത്രയാണ്? 5 + 2 എത്രയാണ്? 7 കുളം ചാർജ്.
ഉണ്ടോ? സിമ്പിൾ പ്രോപ്പർട്ടി. ഒരു ബോഡിയിലെ മൊത്തമുള്ള ചാർജ് എന്ന് പറയുന്നത് ആ ബോഡിയിലെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ കയ്യിൽ Q1 Q2 എന്ന് പറയുന്ന ചാർജുകളാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ചാർജ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇത് രണ്ടും കൂടെ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. സോ ഇതിനെയാണ് നമ്മൾ എന്ത് പ്രോപ്പർട്ടി എന്ന് വിളിക്കുന്നത്? അഡിറ്റിവിറ്റി ഓഫ് ചാർജസ് എന്ന് വിളിക്കുന്നത്. അതായത് ചാർജുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആഡ് ചെയ്യാൻ പറ്റും. ഇതിനെയാണ് നമ്മൾ അഡിറ്റിവിറ്റി ഓഫ് ചാർജസ്. ടോട്ടൽ ചാർജ് ഈസ് ഈക്വൽ ടു ദ സം ഓഫ് Q1 പ്ലസ് Q2. അല്ലെങ്കിൽ എത്ര ഉണ്ടോ അത്രയും വരെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും, എക്സെട്ര Qn. ഈ പ്രോപ്പർട്ടീനെ വിളിക്കുന്ന പേരാണ് അഡിറ്റിവിറ്റി ഓഫ് ചാർജസ്. സിമ്പിൾ പ്രോപ്പർട്ടി. അടുത്ത പ്രോപ്പർട്ടി നിങ്ങൾക്ക് എല്ലാം ഫെമിലിയർ ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് കൺസർവേഷൻ ഓഫ് ചാർജസ്. ചാർജുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാനും പറ്റത്തില്ല? ഡിസ്ട്രോയ് ചെയ്യാനും പറ്റത്തില്ല. പക്ഷേ ചാർജുകൾ നമുക്ക് എന്ത് ചെയ്യാം? ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഒരു ബോഡിയിൽ നിന്ന് വേറൊരു ബോഡിയിലോട്ട് എന്ത് ചെയ്യാൻ പറ്റും? ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ എന്താ പറയുക, നിങ്ങളിപ്പോൾ സ്കെയിലൊക്കെ നിങ്ങളുടെ മുടികൾ, ഇപ്പോൾ എനിക്ക് മുടിയില്ല, നിങ്ങളുടെ മുടികളിൽ നിങ്ങൾ റബ്ബ് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളൊരു പേപ്പറിലൊക്കെ വെച്ചിട്ട് നിങ്ങളൊന്നും ഇങ്ങനെ വെച്ച് നോക്കുക, അത് കയറി ഒട്ടിപ്പിടിക്കത്തില്ലേ? ഇല്ലേ? അപ്പോൾ അതെന്തുകൊണ്ടാണ്? നമ്മളിതിങ്ങനെ റബ്ബ് ചെയ്യുമ്പോൾ അത് ചാർജ്ഡ് ആവുകയാണ്. അപ്പം ചാർജുള്ള ബോഡി എന്ത് ചെയ്യും? വേറുള്ള ബോഡികളെ എന്ത് ചെയ്യും? അട്രാക്റ്റ് ചെയ്യും. ഓക്കെ. അപ്പോൾ കൺസർവേഷൻ ഓഫ് ചാർജ് എന്ന് പറയുന്നത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. എന്താണ്? ചാർജുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റത്തില്ല, ക്രിയേറ്റ് ചെയ്യാനും പറ്റത്തില്ല. പക്ഷേ ചാർജുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഒരു ബോഡിയിൽ നിന്ന് വേറൊരു ബോഡിയിലോട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ക്ലിയർ ആണല്ലോ? ഓക്കെ. നമുക്കപ്പോൾ നെക്സ്റ്റ് സെഷനിലോട്ട് മൂവ് ചെയ്യാം. ഓക്കെ. നമ്മുടെ ഈ ചാപ്റ്ററിൻ്റെ ഒരു മെയിൻ ഭാഗമാണ് കുളംസ് ലോ. അപ്പോൾ ഞാനത് എന്ന് എഴുതാം. കുളംസ് ലോ. കുളംസ് ലോ. ഈ കുളംസ് ലോയിനെ നമ്മൾ വിളിക്കുന്ന വേറൊരു പേരുണ്ട്. അതിൻ്റെ പേരാണ് ഇൻവേഴ്സ് സ്ക്വയർ ലോ എന്ന് പറയും. നിങ്ങൾക്ക് ഈ ഇൻവേഴ്സ് സ്ക്വയർ ലോ എന്ന് പറയുന്ന ടേം പരിചയമുണ്ടോ? ഇൻവേഴ്സ് സ്ക്വയർ ലോ എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ഫസ്റ്റ് ഇയർ ഗ്രാവിറ്റേഷനിലും പഠിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ നിങ്ങളിത് പഠിച്ചത് ഇൻവേഴ്സ് സ്ക്വയർ ലോ ഇൻ ഗ്രാവിറ്റേഷൻ എന്നായിരുന്നു പഠിച്ചത്. അപ്പോൾ നിങ്ങളോട് ഒരാൾ ചോദിക്കുകയാണ് വാട്ട് ഈസ് ഇൻവേഴ്സ് സ്ക്വയർ ലോ എന്ന് നിങ്ങളോട് ചോദിക്കുകയാണ്. നിങ്ങൾ ചോദിക്കുന്നത് ഗ്രാവിറ്റേഷനിലാണോ അതോ ഇലക്ട്രോസ്റ്റാറ്റിക്സിലാണോ എന്ന് ചോദിക്കണം. എനിവേ, ഇൻവേഴ്സ് സ്ക്വയർ ലോ ഇൻ ഗ്രാവിറ്റേഷൻ ഈസ് കോൾഡ് കുളംസ് ലോ. കേട്ടോ? ഇൻവേഴ്സ് സ്ക്വയർ ലോ ഇൻ ഗ്രാവിറ്റേഷൻ ചോദിക്കുകയാണെങ്കിൽ അത് എന്താണ്? അത് ന്യൂട്ടൺസ് ലോ ആണ്. അപ്പോൾ ഇൻവേഴ്സ് സ്ക്വയർ ലോ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ്, അതാണ് എന്ത്? കുളംസ് ലോ. എന്താണ് നമുക്ക് നോക്കാം. നിങ്ങളുടെ കയ്യിൽ രണ്ട് ചാർജുകളുണ്ടെന്ന് വിചാരിക്കുക, Q1ഉം Q2. ഓക്കെ. ഈ ചാർജുകൾ എന്ത് ചെയ്യും? ലൈക്ക് ചാർജസ് അല്ലേ? നിങ്ങൾ പ്രോപ്പർട്ടി പഠിച്ചതല്ലേ? നിങ്ങൾ തന്നെ പറ. ചാർജുകൾ എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. റിപ്പൽ ചെയ്യുമല്ലോ. ഓക്കെ. ഞാൻ ഈ ചാർജിൻ്റെ സെൻറ്റർ തുടങ്ങി ഈ ചാർജിൻ്റെ സെൻറ്റർ വരെയുള്ള ദൂരം മാർക്ക് ചെയ്യാം, 6. ഓക്കെ. അപ്പോൾ ഈ രണ്ട് ചാർജുകളുടെ ഇടയിൽ എന്തുണ്ടാവും? ഒരു ഫോഴ്സ് ഉണ്ടാവും. എന്ത് ഫോഴ്സാണ്? റിപ്പൽസീവ് ഫോഴ്സ് ഉണ്ടാവും. ആ റിപ്പൽസീവ് ഫോഴ്സിൻ്റെ ഇക്വേഷനാണ് 1/4πε0 ഇൻറ്റു Q1 Q2 ഡിവൈഡഡ് ബൈ R². ഒന്നുകൂടെ പറയാം. നോക്ക്, നമ്മുടെ കയ്യിൽ രണ്ട് ചാർജുകളുണ്ട്. ഏതൊക്കെ ചാർജുകളാണ്? Q1 എന്ന് പറയുന്ന ചാർജുമുണ്ട്, Q2 എന്ന് പറയുന്നൊരു ചാർജുമുണ്ട്. ഈ രണ്ട് ചാർജുകളുടെ ഇടയിലുള്ള ദൂരമാണ് എന്ത്? 6. ഈ രണ്ട് ചാർജുകളും എന്ത് ചെയ്യപ്പെടും? റിപ്പൽ ചെയ്യും അല്ലേ? റിപ്പൽ ചെയ്യുമ്പം ഒരു ഫോഴ്സ് ഉണ്ടാകത്തില്ലേ? ആ ഫോഴ്സിൻ്റെ ഇക്വേഷനാണ് എന്ത്? 1/4πε0 ഇൻറ്റു Q1 Q2 ഡിവൈഡഡ് ബൈ R². ഇനി രണ്ട് ചാർജുകളും എന്ത് ചെയ്യുന്നത് ഞാൻ പറഞ്ഞാൽ റിപ്പൽ ചെയ്യും. റിപ്പൽ ചെയ്യുന്ന ഫോഴ്സാണ് ഈ എഴുതിയേക്കുന്നത്. ഓക്കെ. ഇതൊക്കെ നിങ്ങൾക്ക് പരിചയമുള്ള ടേംസാണ്. Q1 Q2 ദൂരം R². ഇത് നിങ്ങൾക്ക് കുറച്ച് ന്യൂ ആണ്. ഇതിൻ്റെ പേരാണ് ε0. കേട്ടോ? അതിൻ്റെ പേര് ε0 എന്നാണ്. ε0. എന്താണ് ഈ ε0 എന്ന് പറയുന്നത്? ഇതെന്ന് പറയാൻ നേരത്ത് ഇറ്റ് ഈസ് ദ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. ഓക്കെ. പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് എന്ന് പറയും. ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 8.85 ഇൻറ്റു 10⁻⁻12 ആണ്. ഓക്കെ. ε0ൻ്റെ വാല്യൂ എത്രയാണ്? 8.85 ഇൻറ്റു 10⁻⁻12. ഇനി നമുക്ക് വേണമെങ്കിൽ എന്താണിതെന്നൊന്ന് പറയാം. നോക്ക്, ഞാനിപ്പോൾ ഇതൊരു ചാർജ് എടുക്കുവാന്ന് വിചാരിക്കാം. അപ്പോൾ ഈ ചാർജിന് ചുറ്റും എന്തുണ്ട്? ഫീൽഡ് ലൈൻസ് ഉണ്ട് അല്ലേ? ഇതൊക്കെ ഇമാജിനറി കോൺസെപ്റ്റുകളാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ചാർജ് എടുക്കുവാണെങ്കിൽ ഇവിടെ എന്തുണ്ട്? ഫീൽഡ് ലൈൻസ് ഉണ്ട്. ഉണ്ടോ? അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഈ രണ്ട് ചാർജുകൾ എടുക്കുവാണെങ്കിൽ ഈ ചാർജുകൾ എത്രത്തോളം റിപ്പൽ ചെയ്യപ്പെടുന്നുണ്ട് അല്ലേ? അതാണല്ലോ അതിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന ഫോഴ്സ്. ആ ഫോഴ്സ് എപ്പോഴും എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? ഇതിൻ്റെ ഇടയിലുള്ള മീഡിയത്തിനെ ഡിപ്പെൻഡ് ചെയ്യും. ഇതിൻ്റെ ഇടയിലുള്ള മീഡിയം വേണം ഈ ഫീൽഡ് ലൈൻസിനെ ഇതുവഴി കടത്തിവിടാൻ. അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള മീഡിയം ഈ ഫീൽഡ് ലൈൻസിനെ എത്രത്തോളം കടത്തിവിടുന്നുണ്ട്
അതാണ് നമുക്ക് എന്തായിട്ട് പറയാൻ പറ്റുന്നത്? പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് അല്ലെങ്കിൽ എന്താ എപ്സിലോൺ 0. അതിൻ്റെ വാല്യൂ ആണ് എന്ത്? 8.85 × 10⁻12. നിങ്ങൾക്ക് ക്ലിയർ ആയില്ലെങ്കിൽ നിങ്ങൾ അറിയേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഇത് മാത്രമായിട്ടൊരു ടോപ്പിക്ക് ഞാൻ പറയും കുറച്ച് കഴിയുമ്പം. അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ തൽക്കാലം നമ്മളിപ്പോൾ ഇത് എന്ത് കാര്യം മാത്രം നോക്കുക? 2 ചാർജുകളുടെ ഇടയിലുള്ള ദൂരം 6. അങ്ങനെയാണെങ്കിൽ ഈ ചാർജുകൾ റിപ്പൽ ചെയ്യുന്ന ഫോഴ്സിൻ്റെ ഇക്വേഷൻ 1/4πε0 × Q1 Q2 /r². വാട്ട് ഈസ് ε0 എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം ഇറ്റ് ഈസ് ദ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. അതിൻ്റെ വാല്യൂ എത്രയാണ്? 8.85 × 10⁻12. ഇനി ഇത് നോർമലി ഇത് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ് കേട്ടോ. നമ്മൾ ചാർജുകളെ ഫ്രീ സ്പേസിലാണ് വെച്ചേക്കുന്നത്. ഈ ε0 1/4πε0 ഇതിനൊരു വാല്യൂ ഉണ്ട്. ആ വാല്യൂ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യണം. അതിൻ്റെ വാല്യൂ ആണ് 9 × 10⁻9. ഓക്കെ, അപ്പം നിങ്ങൾ ഈ 1/4πε0 നിങ്ങൾ വാല്യൂസ് ഇട്ട് കൊടുത്ത് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. ഡയറക്റ്റായിട്ട് ഞാൻ അതിൻ്റെ വാല്യൂ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. എത്ര? 9 × 10⁻9. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെ ബേസ് ചെയ്തിട്ടുണ്ട് കുറച്ച് പ്രോബ്ലംസ് ചെയ്യാം. നിങ്ങൾക്ക് അറിയാമല്ലോ നിങ്ങളുടെ +2 നിങ്ങൾക്ക് മൊത്തം 60 മാർക്കാണ്. അപ്പോൾ അതിലൊരു 30 മാർക്ക് തിയറിയും 30 മാർക്ക് പ്രോബ്ലമാണ്. അപ്പോൾ നമ്മൾ തിയറിയുടെ കൂടെ തന്നെ പ്രോബ്ലംസ് പഠിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് അത്ര വലിയൊരു മാർക്കുകളൊന്നും നിങ്ങളുടെ എക്സാമിന് കിട്ടത്തില്ല. അപ്പോൾ നമുക്ക് പ്രോബ്ലംസ് ചെയ്തു തുടങ്ങാം. ഓക്കെ, അപ്പോൾ ഞാനൊരു ക്വസ്റ്റ്യൻ ഇവിടെ ചെയ്യാൻ പോവാണ്. ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതിക്കോളാം. വാട്ട് ഈസ് ദ ഫോഴ്സ് ബിറ്റ്വീൻ, ഞാൻ ക്വസ്റ്റ്യൻ പറയാം, നിങ്ങളൊന്ന് എഴുതിക്കോ. വാട്ട് ഈസ് ദ ഫോഴ്സ് ബിറ്റ്വീൻ 2 ചാർജ്ഡ് സ്പിയേഴ്സ്? വാട്ട് ഈസ് ദ ഫോഴ്സ് ബിറ്റ്വീൻ 2 ചാർജ്ഡ് സ്പിയേഴ്സ് having charges 2 × 10⁻7 coulomb and 3 × 10⁻7 coulomb placed in air 30 centimeter apart. ഓക്കെ, ഞാൻ ആ ക്വസ്റ്റ്യൻ ഇവിടെ നിന്ന് വരയ്ക്കാം. നമ്മുടെ കയ്യിൽ 2 സ്പിയേഴ്സ് ഉണ്ട് ഉണ്ടോ? ആദ്യത്തെ സ്പിയറിനുള്ള ചാർജ് എത്രയാണ്? 2 × 10⁻7 coulomb ഉണ്ടോ? ഇത് രണ്ടാമത്തെ സ്പിയറാണ് 3 × 10⁻7 coulomb ഉണ്ടോ? ഈ 2 സ്പിയേഴ്സിൻ്റെ ഇടയിലുള്ള ദൂരം എത്രയാണ്? 30 സെൻറ്റിമീറ്റർ. 30 സെൻറ്റിമീറ്റർ അല്ലേ തന്നേക്കുന്നത്? അതെ, 30 സെൻറ്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുണ്ടാകുന്ന ഫോഴ്സ് എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. എങ്ങനെ കണ്ടുപിടിച്ചെടുക്കും? ഇത് രണ്ട് ബോഡീസ് അല്ലേ? നിങ്ങൾ ആ ക്വസ്റ്റ്യനിൽ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. വാട്ട് ഈസ് ദ ഫോഴ്സ് ബിറ്റ്വീൻ 2 സ്മോൾ ചാർജ്ഡ് സ്പിയേഴ്സ് ഹാവിംഗ് 2 × 10⁻3 coulomb and 3 × 10⁻7 coulomb പ്ലേസ്ഡ് ഇൻ എയർ ആണ്. നമ്മൾ എയർ അല്ലെങ്കിൽ ഫ്രീ സ്പേസ് ഒക്കെ വരികയാണെങ്കിൽ എപ്പോഴും ഫോർമുല എന്ത് തന്നെ ഉപയോഗിച്ചേക്കുക? 1/4πε0. ഇത് കണ്ടോ? എയറോ ഫ്രീ സ്പേസോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നിങ്ങൾ എന്ത് ഉപയോഗിക്കണം? 1/4πε0 എന്ന് തന്നെ ഉപയോഗിക്കണം. വേറെ മീഡിയം വരുമ്പോൾ മാറും. അതുകൊണ്ട് ഞാനത് പറഞ്ഞു കേട്ടോ. ഇൻറ്റു എന്ത് വരും? Q1 Q2 /r². ഫോഴ്സ് അല്ലേ വേണ്ടത്? 1/4πε0ൻ്റെ വാല്യൂ എത്രയാണ്? 9 × 10⁻9 ഇൻറ്റു Q1 × Q2 എത്രയാണ്? 3 × 2 6. 6 × 10⁻7 × 10⁻7 എത്ര വരും? 10⁻7 × 10⁻7 എത്ര വരും? 10⁻14. ക്ലിയർ ആണല്ലോ അല്ലേ? ഇത് മൾട്ടിപ്ലൈ 3 × 6 10⁻7 × 10⁻7 10⁻14. a⁻m × a⁻n m+n 10⁻14 ഡിവൈഡ് ബൈ r². r എത്രയാണ്? ഞാൻ സൈലൻറ്റ് ചെയ്തു. 30 സെൻറ്റിമീറ്റർ. 30 സെൻറ്റിമീറ്റർ അല്ലേ? സെൻറ്റിമീറ്റർ നമുക്ക് മീറ്റർ ആക്കണ്ടേ? സെൻറ്റിമീറ്റർ എങ്ങനെ മീറ്റർ ആക്കും? പറഞ്ഞു. സെൻറ്റിമീറ്റർ എങ്ങനെ മീറ്റർ ആക്കും? ഇൻറ്റു 10⁻2 കേട്ടോ. ഇൻറ്റു 10⁻2. ഓക്കെ, അപ്പം 30 × 10⁻2 ദ ഹോൾ സ്ക്വയർ കിട്ടിയല്ലോ. ഇനി നമ്മളിതിനെ എന്ത് ചെയ്താൽ മതി? സിംപ്ലിഫൈ ചെയ്താൽ മതി. സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റും. ഞാൻ സിംപ്ലിഫൈ ചെയ്ത് തരാം. ഇതിപ്പോൾ 9 ഇൻറ്റു ഇതൊരു കാര്യം ചെയ്യും. ഇതൊരു 10 ആക്കി എടുക്കാം നിങ്ങൾ. 30 അല്ലേ? 10 3 × 10 10 × 10⁻2 എന്ന് പറഞ്ഞാൽ എത്ര? 10⁻1. ഇതൊരു 10 അല്ലേ? 10 30 എന്ന് പറഞ്ഞാൽ 3 × 10 ആണ്. അപ്പോൾ 10 × 10⁻2 എന്ന് പറഞ്ഞാൽ എത്ര വരും? 10⁻1. 10⁻1ൻ്റെ സ്ക്വയർ എത്രയാണ്? 10⁻2. 10⁻2നെ മുകളിലോട്ട് കൊണ്ടുപോകാം. 10⁻2. ഓക്കെ, ഇനിയുള്ള എന്തൊക്കെയാണ്? ഇവിടെ 10⁻9 ഉണ്ട്, 10⁻14 ഉണ്ട്. അപ്പം ഇതിനെ നിങ്ങൾ സിംപ്ലിഫൈ ആണെങ്കിൽ നിങ്ങൾക്ക് എത്ര കിട്ടും? 10⁻a⁻m × a⁻n 10⁻5 വരും അല്ലേ? 5 10⁻5 ആണ്. +9ഉം -14ഉം അല്ലേ? ഓക്കെ, പിന്നെ ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇത് നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞു. 3യുടെ സ്ക്വയർ എത്ര? 9 അല്ലേ? 3യുടെ സ്ക്വയർ 9 അല്ലേ? ഓക്കെ, ഇവിടെ 6 ഉണ്ട് അല്ലേ? ഇവിടെ 6 ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിതെല്ലാം ക്യാൻസൽ ചെയ്യാം. ഇതൊന്നും ക്യാൻസൽ ആയിപ്പോൾ മിച്ചം കിട്ടുന്ന എത്രയാണ്? 6 ഇൻറ്റു ഇത് 10⁻5 × 10⁻2 എത്ര കിട്ടും? 10⁻3. 10⁻3. അപ്പോൾ ഫൈനൽ ആൻസർ എത്രയാണ്? 6 × 10⁻3 ന്യൂട്ടൺ.
കിട്ടിയില്ലേ? സിമ്പിളല്ലേ? മനസ്സിലായോ നിങ്ങൾക്ക് ചെയ്യാനായിട്ട്? ഇത് കുറച്ച് ന്യൂമറിക്കൽസ് ഉണ്ട്. 30 × 10⁻², 10⁻² മൾട്ടിപ്ലൈ എന്തുകൊണ്ടാണ് സെൻറ്റിമീറ്ററിനെ മീറ്റർ ആക്കിയത്. പിന്നെ ഇതിനെ സ്ക്വയർ ചെയ്തു. അപ്പോൾ ഞാൻ ഈ 10 ഒക്കെ എടുത്തിട്ട് ആദ്യം തന്നെ പുറത്തോട്ട് മാറ്റി, അതിന് സ്ക്വയർ ചെയ്തു, മുകളിലോട്ട് കൊണ്ടുവന്നു. പിന്നെ ഒരു പ്രാവശ്യം കൂടെ ഞാൻ വേണമെങ്കിൽ ചെയ്തു തരാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ ചെയ്തു തരാം. നിങ്ങൾ സ്റ്റെപ്സ് ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ ചെയ്തു തരാം. ഒന്നുമില്ല, Q1 ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്താണ്? F = 1/4πε0 × Q1 Q2 / R² അല്ലേ? ഇഷ്ടമുള്ള രീതി ചെയ്യാം കേട്ടോ. 1/4πε0 എത്രയായിട്ട് എഴുതാം? 9. Q1 ഉം Q2 എത്രയാണ്? 3 × 2. അപ്പോൾ എത്ര വരും? 6. 6 × 10⁻14 അല്ലേ? / R². R² എന്ന് പറഞ്ഞാൽ എത്ര വരും? 30 × 10⁻². ഇത് സ്ക്വയർ അല്ലേ? സിംപ്ലിഫൈ ചെയ്യാം. 9 × 6 10⁻9 ഉം 10⁻14 എത്ര വരും? A/m × A/m പ്ലസ് 10⁻5. താഴെ സ്ക്വയർ ചെയ്യാം. നിങ്ങളിത് വേണമെങ്കിൽ 30 എന്ന് തന്നെ എടുത്തോ. 30യുടെ സ്ക്വയർ എത്രയാണ്? 900 കണ്ടോ? ഇനി 10⁻2ൻ്റെ സ്ക്വയർ എത്രയാണ്? 10⁻4 അറിയത്തില്ലേ? ഇനിയിപ്പോൾ ഇവിടെ 2 പൂജ്യമല്ലേ, അത് ഇതുമായിട്ട് ചെയ്യുമ്പോൾ എത്ര വരും? 10⁻2 ആവും. 10⁻2 മുകളിലോട്ട് കൊണ്ടുപോകാം. 10⁻2 എന്താ? +2 ആവും. ഇതൊക്കെ പോയി 9 ക്യാൻസൽ ആയിപ്പോയി. 6 × 10⁻³ N. ക്ലിയർ? മനസ്സിലായല്ലോ?